വോട്ട് ചോരി ആരോപണത്തിന് പിന്നാലെ ബീഹാറിൽ എന്തോ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്തോ വലിയത് കാത്തുവച്ചിരിക്കുന്നു എന്ന് കരുതി. ഇപ്പോൾ അവിടുത്തെ ഘടകകക്ഷികൾ രാഹുൽ ഗാന്ധിയെ വിരട്ടുകയാണ്. പുല്ല് വില നൽകുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? ബീഹാറിൽ കാലുകുത്തരെന്നാണ് ലാലു തേജസ്വിയും കൂടെ ആദ്യം പറഞ്ഞത്. അങ്ങനെ വന്നപ്പോഴാണ് ആകെ വരണ്ടുപോയി. പിന്നെ അവിടെ കൃഷ്ണ അലവേറുവിനെ വിട്ടുനോക്കി, അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി. അപ്പോൾ അതിലൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് പിന്നെ ഓർമ്മിച്ചത് ഈ അശോക് ഗെഹ്ലോട്ടിന് ഈ ലാലു പ്രസാദുമായിട്ട് പണ്ടേ ഒരു ബന്ധമുണ്ട്. മൂപ്പിലന്മാർ രണ്ടും ടീമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അശോക് ഗെഹ്ലോട്ടിനെ അവിടെ പറഞ്ഞു വിട്ടപ്പോഴാണ് പഠിക്കാത്ത കയറ്റിയത്. ഇല്ലെങ്കിൽ പഠിക്കാത്ത പോലും കയറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ മോനും അമ്മയും അച്ഛനും കൂടെ അവിടെ ഇരുന്നു. റാബറി ആ ഇരിപ്പ് തന്നെ കാണാൻ നല്ല രസമാണ്. ആദ്യം ഒരു കട്ടിലിൽ അങ്ങനെ കയ്യും കുത്തി ലാലു പ്രസാദ് രാജാവിൻ്റെ കൂട്ടിരിക്കുന്നു. ഇപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ കൂട്ട് ബാബറി, അതിൻ്റെ ഇപ്പുറത്ത് തേജസ്വി, അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഈ ഗെഹ്ലോട്ടിനെ പിടിച്ചിരുത്തി. എന്നിട്ട് ഗെഹ്ലോട്ടിനെ മൂന്നും കൂടെ വിചാരണ ചെയ്തു. ഗെഹ്ലോട്ട് സുഹൃത്തായതുകൊണ്ടാണ് കയറ്റിയത് തന്നെ. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഗെഹ്ലോട്ട്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ? നിങ്ങളിവിടെ വന്ന് എല്ലാം പിടിച്ചടക്കാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങി. അവസാനം ഗെഹ്ലോട്ടിനെ കൊണ്ട് പറയിച്ചു, ഇല്ല, ഞങ്ങൾ തേജസ്വിയെയാണ് ബീഹാറിൻ്റെ പുത്രനായിട്ട് കാണുന്നത്, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നത്. തേജസ്വിക്ക് നല്ല തേജസ്സുണ്ട്, ജനസ്വാധീനമുണ്ട്, അദ്ദേഹത്തിനെ തന്നെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കുന്നില്ല? നിങ്ങൾക്ക് അതിനെന്താണ് ഇത്ര മടി എന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഇല്ല നമുക്ക് പ്രഖ്യാപിക്കാം, എപ്പോൾ വേണോ പ്രഖ്യാപിക്കാം, എന്നാൽ നാളെ തന്നെ പ്രഖ്യാപിക്കാൻ പറഞ്ഞാണ് അവിടെ കൊണ്ടുവന്ന് തേജസ്വിയെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചത്. മുകേഷ് സാഹ്നിയെ ഡെപ്യൂട്ടി അല്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയല്ലല്ലോ പ്രചരിപ്പിച്ചത്. രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ബീഹാറിൽ സ്വാധീനമുണ്ടാക്കി, നിങ്ങൾ വോട്ട് ചോരയില്ല, ജനങ്ങളെ കണ്ടില്ലേ, വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ്. പക്ഷേ ആ വാർത്തകൾ കാണുമ്പോൾ നാം കരുതും 70 നിന്ന് 71 സീറ്റായി വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. 71 100 സീറ്റ് കൂടുതലാണ് രാഹുൽ ഗാന്ധി മനസ്സിൽ കണ്ടത്. അതാണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞത്. അതായത് വോട്ട് ചോരി എൻ്റെ ഒരു സൂത്രമാണ്, ഇതാരോ പറഞ്ഞു കൊടുത്തൊരു ബടായിയാണ്. ഈ പ്ലാനും കൊണ്ടാണ് ആശാൻ ഇറങ്ങിയത്. ഇത് വേറെ ഒരു സംസ്ഥാനത്തെ ഉദ്ദേശിച്ചല്ല, ബീഹാറിനെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് ബാക്കി പ്രതിപക്ഷ കക്ഷികളൊന്നും ഈ ഇന്ത്യ മുന്നണിയിൽ ഒരു കക്ഷി ഇത് തൊട്ടില്ല. കാരണം ഇതൊരു മണ്ടത്തരമാണെന്നറിയാം. എന്നാലും ബീഹാറിൽ ജയിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ്. അവസാനം ഇതും കൊണ്ടിറങ്ങി. ആദ്യം പിന്നെ തേജസ്വിയും വിചാരിച്ചത് കൊള്ളാം, നല്ല പരിപാടിയാണ്, കുറച്ച് ഇളക്കം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് കൂടെ കൂടി. 17 ദിവസം മലമറിക്കുന്ന പരിപാടി രണ്ടും കൂടെ അവിടെ കിടന്ന് കാണിച്ചു. അപ്പോൾ ഈ 65 ലക്ഷത്തിൽ വോട്ട് കിട്ടാത്തവനോടെല്ലാം പറഞ്ഞു, വന്ന് ഈ ജാഥ കയറിക്കും. പിന്നെ കോൺഗ്രസിൽ ഉള്ളവരുടെ അടുത്ത് പറഞ്ഞ്, സീറ്റ് വേണോ, ഇപ്പോൾ ഈ ജാഥ പങ്കെടുക്കണം, മാക്സിമം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഓരോ മണ്ഡലത്തിൽ നിന്നും മാക്സിമം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഇതിൽ പങ്കെടുക്കുക. നമ്മളിവിടെ 10, 100, 150 സീറ്റിൽ നമുക്ക് വാദം ഉന്നയിക്കണം. ഒരു 100 സീറ്റെങ്കിലും നമുക്ക് ഇത്തവണ പിടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഗെഹ്ലോട്ട്. അതെ, ഈ ഗെഹ്ലോട്ട് അവിടെ സന്ദർശിച്ചു. പക്ഷെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു RJD. അടുത്ത ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു VIP എന്ന പുതിയ പാർട്ടി. ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് അവിടെ ഇരിക്കാൻ കസേരെങ്കിലും. ഈ കഥയൊന്ന് പറഞ്ഞിട്ട് പറയാൻ വെച്ചിട്ടാണ്. അതായത് ഇതിനകത്ത് ഈ പ്ലോട്ട് ഉണ്ടാക്കി എന്തിനെന്നറിയാമോ? അവിടെ ഇപ്പോൾ പണ്ടത്തെ 2011 ഇലക്ഷനിൽ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് 16.7% എന്ന് പറഞ്ഞാൽ ഒരു 1.25 കോടി, 1,78,00,000. അതാണ് അവിടുത്തെ മുസ്ലിം വോട്ടിൻ്റെ 2011 കണക്ക്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴത്തേത് 19%-ഓളമാണ്. ഏതാണ്ട് 2 കോടിയോളം വോട്ടർമാരുണ്ട്, 2 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. അവിടുത്തെ വോട്ട് എത്രയെന്ന് അറിയാമോ? 7,48,00,000 മൊത്തം വോട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് 2 കോടിയോളം മുസ്ലിങ്ങളുള്ളത്. അപ്പോൾ ആ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് പിടിക്കണം. പിന്നെ ഈ ബംഗ്ലാദേശികൾ 65 ലക്ഷം വരുന്നത് അതിൻ്റെയും കൂടെ പിടിക്കണം. അപ്പോൾ എത്രയാ? വലിയൊരു പിടുത്തമാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 100 സീറ്റെങ്കിലും ഇത്തവണ പിടിക്കണം. ബാക്കി 243, 143 വേണമെങ്കിൽ പിന്നെ RJD എടുത്തോട്ടെ, നമുക്ക് ഇത്രയും പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. എങ്ങനെ പോയാലും 75 കൂടുതൽ നമുക്ക് കിട്ടുമെന്നുള്ളത് കോൺഗ്രസ് ഉറപ്പിച്ചു വെച്ചിരുന്നു. 75, 80 ഒക്കെ കിട്ടുമെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നു. അതിനനുസരിച്ച് ആളുകൾക്ക് പറയുകയും ചെയ്തു. എല്ലാവരും ആളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ വോട്ട് ചോരി ഇത്ര വലിയ വിജയമായിട്ട് ആളെ കൂട്ടിയത്. അത് കഴിഞ്ഞ് ആൾ പോയി. പിന്നീട് സീറ്റ് നിർണയം വന്നപ്പോൾ പിന്നീടാണ് തേജസ്വി എടുത്ത് ആരോ പറഞ്ഞു, നിങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് ഈ യാദവരും മുസ്ലിങ്ങളുമാണ്, അതിലാണ് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി കൈവച്ചിരിക്കുന്നത്, സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ നിന്റെ അടിവേരിളകും എന്ന് പറയും.
ഈ വോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കിട്ടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നിന്റെ യാദവും മുസ്ലിമും ഉള്ളതിൻ്റെ പ്ലസ് നിങ്ങൾക്ക് വല്ലതും കൂടെ കിട്ടിയാലേ നിങ്ങൾക്ക് ഭരണം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും പോകാതെ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ലാലുവിന് ഇതിനേക്കാൾ കാഞ്ഞ ബുദ്ധിയാണ്. ലാലു പറഞ്ഞു, മക്കളെ ഇതിനെ അടുപ്പിക്കരുത്, അടുപ്പിച്ചാൽ പ്രശ്നമാവുന്നു. അങ്ങനെയാണ് സ്വന്തമായിട്ട് പുള്ളി തന്നെ ഈ വോട്ട് ചോരി ജാഥയെ കവച്ചു വെക്കുന്ന പ്രകടനങ്ങൾ പിന്നെ സ്വന്തമായിട്ട് തേജസ് തനിയെ യാത്ര നടത്തി ബീഹാറിൽ. അതും കഴിഞ്ഞിട്ടാണ് ഈ സീറ്റ് ഷെയറിങ് വന്നത്. സീറ്റ് ഷെയറിങ്ങിൽ വാചകം അടിച്ചാൽ പറഞ്ഞു, മിണ്ടി പോരുത്, 50 സീറ്റ് കൂടുതൽ തരുന്ന പ്രശ്നമേ ഇല്ല. അല്ല, അതാണ് ഈ പുതിയ പാർട്ടിക്ക് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനം ചവിട്ടിന്റെ ഭാഗമാണ്. ആദ്യം ഈ സീറ്റിലാണ് ചവിട്ടിയത്. സീറ്റ് ചവിട്ടിയിട്ട് 50 കൂടുതൽ തരൂല എന്ന് പറഞ്ഞു. അപ്പോഴുണ്ട് അത് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പഴയ കിട്ടി 70 കിട്ടണമെന്ന് പറഞ്ഞു. 70 ഇല്ല, 50 ഉള്ളൂ. പിന്നെ അവസാനം കരഞ്ഞ് 60 വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള നിലയിൽ വന്നു. അപ്പോഴാണ് എല്ലാം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് 61 സീറ്റിൽ കയറി സ്ഥാനാർത്ഥിയെ നിർത്തി. 61 അതിലും കൂടുതൽ നിർത്തിയതാണ്. അത് കണ്ടപ്പം ലാലു പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ്. തേജസ്വിയെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നുമില്ല, കണ്ടിടത്തൊക്കെ സീറ്റിൽ കയറി നിൽക്കുകയല്ലേ, താനൊരു കാര്യം ചെയ്യുക, അവരുടെ അധ്യക്ഷൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും സീറ്റിൽ നമ്മുടെ റാന്തൽ ചിഹ്നത്തിൽ ആളെ പിടിച്ച് നിർത്താൻ പറഞ്ഞു. അതോടെ അക്കടിയായിപ്പോയി. അപ്പോൾ അവിടുത്തെ PCC പ്രസിഡന്റ് രാജേഷ് റാവുവിൻ്റെ മണ്ഡലത്തിൽ അടക്കം ആളെ സ്ഥാനാർത്ഥി നിർത്തി. കുട്ടുമുഖ മണ്ഡലത്തിൽ കൊണ്ടുപോയി റാന്തൽ സ്ഥാനാർത്ഥി. അപ്പോഴേക്കും ഓട്ടം പിടിച്ചു. അയ്യോ, നമ്മുടെ മെയിൻ ആളിനെ പോലും തട്ടുന്ന വിധത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞ് കരച്ചിലായ പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വരണ്ട, ആരും വരണ്ട. ഈ കൃഷ്ണ ആലവേരൂരിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മനുഷ്യൻ ഇവിടെ കണ്ടുപോകരുത്, താനും വേണ്ട, ആരും വരണ്ട, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയും. അങ്ങനെയാണ് ഇയാളെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി, രാജസ്ഥാൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഗെലോട്ടിനെ കൊണ്ടുവന്നു. അപ്പം ഗെലോട്ട് ആ ബന്ധം വെച്ചിട്ട് താണു വണങ്ങുകയാണ് ചെയ്തത്. ഗെലോട്ടിൻ്റെ ഒരു പരിപാടി നടന്നില്ലെന്നാണ് പറഞ്ഞത്. അവസാനം താണു വണങ്ങി പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം, എന്നാൽ നാളെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അങ്ങനെ രാഹുൽ ഗാന്ധി പോലും ഇല്ലാതെ പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ട് മിണ്ടി പോരെന്ന് പറഞ്ഞു. ഉപമുഖ്യമന്ത്രി ഇപ്പം ഞങ്ങൾ സഹാനിക്ക് കൊടുക്കും, മുകേഷ് സഹാനിക്ക് കൊടുക്കും, അല്ലാതെ തനിക്ക് തരില്ല. അത് പിന്നെ നമുക്ക് ആലോചിക്കാം, അവിടെ നിൽക്കട്ടെ, ആദ്യം മര്യാദയ്ക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം കോൺഗ്രസ് ഇല്ലാതെ. രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. 61, ഇപ്പോഴാണ് 70 മത്സരിച്ച് ഇപ്പോൾ 61 സീറ്റ് മത്സരിക്കുകയാണ്. സഹാനിയുടെ പാർട്ടിയാണെങ്കിൽ 15 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. 15 സീറ്റ് മത്സരിക്കുന്നവന് എത്ര എണ്ണം ജയിക്കുമെന്ന് പോലും ഉറപ്പില്ല. അപ്പോഴവിടെ ഉപമുഖ്യമന്ത്രി പദം കൊടുക്കാവുന്ന ഏറ്റു. അല്ല, അതാണ് അപ്പോൾ ആ പാർട്ടിക്ക് നൽകുന്ന ഒരു പരിഗണന പോലും പരിഗണനയല്ല, അവഗണനയും ചവിട്ടിത്താക്കലുമാണ് നടത്തിയത്. മനസ്സിലായില്ലേ? പരിഗണന പോയിട്ട് അവഗണനയാണ് നടത്തിയത്. ഒരുത്തൻ ഇങ്ങോട്ട് വന്നു പോരെന്നാ പറഞ്ഞത്. ഇത് വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ. നാണക്കേടാകുന്ന വിധമാണ് അവിടെ കാര്യം നടന്നത്. അങ്ങനെ വന്ന് പ്രശ്നമായി നിൽക്കും. അല്ല, എന്തായിരിക്കും കോൺഗ്രസിന് പറ്റിയ ഗതികേട്? എന്തായിരിക്കും ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും പരിഗണന ലഭിക്കുന്നില്ല? അത് എന്തുകൊണ്ടായിരിക്കും പരിഗണന ലഭിക്കാത്തത്? ഇപ്പം നമ്മൾ ഘടകകക്ഷിയായിട്ട് നിൽക്കുമ്പം ഘടകകക്ഷിയുടെ വോട്ടിൽ കയറി പിടിക്കാൻ പോയാൽ, ഇപ്പം ബീഹാറിൽ മുസ്ലിം സംസ്ഥാനത്ത് മാത്രമല്ല, അത് അത് ഈ കാശ്മീരിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് സീറ്റ് നൽകാം, പക്ഷെ പ്രവർത്തിക്കാത്ത. കാശ്മീരിൽ അതല്ലേ സംഭവിച്ചത്? നിങ്ങൾ ഈ കാശ്മീരിലേക്ക് വരണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ ഇവിടെ ഇൻടാക്ട് ആണ്, ഞങ്ങൾ ഇത് നോക്കിക്കോളാം. നിങ്ങൾ ജമ്മുവിൽ പോകും, അവിടുന്ന് ഒരു 10 നിങ്ങൾക്ക് സീറ്റ് കൂടുതൽ വന്നിരിക്കുന്ന അവിടെയല്ലേ, അവിടെ പോയി 10 വോട്ട് പിടിക്കാൻ പറഞ്ഞു. അവിടെ പോകില്ല, ഇവിടെ കിടന്ന് കറങ്ങണം. കാരണം അവിടെ ആളെ സംഘടിപ്പിച്ചൊക്കെ പിടിക്കണമെങ്കിൽ വലിയ പാടാണ്. BJP അവിടെ മുഴുവൻ കാവിക്കൊടിയും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അവിടെ പോയി കോൺഗ്രസിന്റെ കൊടിയൊക്കെ ഒപ്പിച്ച് ഇച്ചിരി പണിയെടുക്കണേ. ഇത് ഈ വൺ മാൻ ഷോയിൽ വന്ന് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത്. ബീഹാറിൽ ഇപ്പോൾ നടന്നത് അത് തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചത്. ഡൽഹിയിൽ എന്തുകൊണ്ടാണ് AAP എടുത്ത് പലരും പറഞ്ഞു കോൺഗ്രസുമായിട്ട് ചേർന്നില്ലെങ്കിൽ താൻ തോറ്റുപോകും. എന്നിട്ടും അവർ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ ഇതിനേക്കാൾ ഗതികേടായിട്ട് തോറ്റുപോകും കോൺഗ്രസുമായിട്ട് ചേർന്നാൽ. കാരണം ഇവൻ നമ്മുടെ അടുത്ത് അണ്ടർഗ്രൗണ്ട് കളി കളിക്കും, നമ്മളെ സീറ്റ് പിടിക്കാൻ നോക്കും, വോട്ട് പിടിക്കും, പിന്നെ ജന്മത്ത് കയറി വരില്ല. അതുകൊണ്ടാണ് അറ്റ കൈ അവർ തീരുമാനിച്ചത്, വേണ്ട കോൺഗ്രസ് വേണ്ട, തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ ഒറ്റയ്ക്ക്. മഹാരാഷ്ട്രയെ മാത്രമാണ് ചെറിയ വിട്ടുവീഴ്ച അവർ ചെയ്തു കൊടുത്തത്. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഉള്ള സീറ്റ് മുഴുവൻ പോയില്ലേ, കോൺഗ്രസിന് കൊടുത്ത സീറ്റ് മുഴുവൻ പോയില്ലേ. എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലത്തെ അവസ്ഥ ഇത് വ്യക്തമാക്കുകയാണ്. ബീഹാറിൽ ലാലുവും തേജസ്വിയും പറയുന്നത് ഇവർ ഇങ്ങോട്ട് വരായിരുന്ന ഞങ്ങൾ 10 സീറ്റ് പിടിക്കും. കഴിഞ്ഞ തവണ 70 കൊടുത്തു, 19 നിന്ന്. CPM-ഉം CPML-ഉം കൂടെ 17 സീറ്റ് പിടിച്ചു. ഇവർക്ക് 60-70 സീറ്റ് കൊടുത്തിട്ട് 19 പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ 51 നമുക്ക് പരാജയപ്പെടുത്തി തന്നില്ലേ. ഇവിടെ വെറും 8-10 സീറ്റിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പം ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇവർ പകുതി സീറ്റിലെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ നമ്മൾ മന്ത്രിസഭ ഉണ്ടാക്കില്ലായിരുന്നു എന്നാണ്
ലാലു തേജസ്വിയും കൂടെ ചോദിക്കും. പിന്നെ ഈ വോട്ട് ചോരിയൊക്കെ വന്നപ്പോൾ ഏതാണ്ട് ഒരു ഇളക്കം ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് നമ്മളെ അടപടലം പൂട്ടാനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായതോടെ കച്ചവടം വെച്ച് പൂട്ടി. ഇപ്പം രാഹുൽ ഗാന്ധി ആദ്യം വരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രിയങ്കയും കാർഗയും കൂടെയാണ് അങ്ങോട്ട് അയക്കുന്നത്. അവർ ചെന്ന് എല്ലാം ഒന്ന് മയപ്പെടുത്തിയിട്ട് പിന്നെ രാഹുൽ വന്നിട്ട് തേജസ്വിയായിട്ട് ചേർന്ന് ഒന്നിച്ച് പരിപാടി നടത്താമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. തേജസ്വി സമ്മതിക്കുമോ ലാലു സമ്മതിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.